എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാനസിക പിരിമുറുക്കം നമ്മളെല്ലാവരും അനുഭവിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ സഹായത്തോടു കൂടി മാനസിക പിരിമുറുക്കത്തെ അതിൻ്റെ പ്രത്യാഘാതങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതെങ്ങനെയൊക്കെയാണെന്ന് ചോദിക്കാം. അത് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം നമ്മുടെ പ്രിയ സുഹൃത്തുക്കളുണ്ട്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ ജേക്കബ്? നല്ല വിശേഷം, വളരെ സന്തോഷം. എന്തൊക്കെയാണ് വളരെ സന്തോഷം എൽവിൻ. അപ്പോൾ ആദ്യമായിട്ട് സമ്മർദ്ദത്തെയും ഉത്കണ്ഠ ഇതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? നമ്മൾ ബൈബിൾ നോക്കുമ്പോൾ അനേകം എടുത്ത് ഈ സമ്മർദ്ദത്തെക്കുറിച്ചും ഉത്കണ്ഠയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം തന്നെ ഗോഡ് റിയലി കെയർസ് അബൌട്ട് ഇറ്റ്. ദൈവം ശരിക്കും കെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വിഷമവും നിങ്ങളുടെ സമ്മർദ്ദവും ഒക്കെ ദൈവത്തിനും അത് സമ്മർദ്ദവും വിഷമവും തന്നെയാണ്. അതുകൊണ്ട് ദൈവം പലയിടത്തും ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫിലിപ്പിയർ 4 അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഒന്നിനെയും കുറിച്ചും വിചാരപ്പെടരുത് മക്കളെ എന്ന് പറഞ്ഞ് പറയുക ദൈവം. അതുപോലെ തന്നെ 1 പത്രോസിൻ്റെ 5 പറയുന്നുണ്ട്, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാണ്. അങ്ങനെ പറയുന്നത് ദൈവം എല്ലായിടത്തും ആ കെയർ പ്രത്യേകിച്ച് കാണിക്കുന്നുണ്ട്. മത്തായിലും പറയുന്നുണ്ട്. നമ്മളതിലൊക്കെ പിന്നെ എപ്പോഴേലും പറയുമായിരിക്കും, ജീവനെ കൊണ്ടും ശരീരത്തിനായിക്കൊണ്ടും ഒന്നും വിചാരപ്പെടരുത്, നിങ്ങളൊന്നിനെയും കുറിച്ച് വറി ചെയ്യണ്ട. ഇത് വളരെ ക്ലിയർ മെസ്സേജാണ്. ദൈവം കെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ സമ്മർദ്ദത്തെക്കുറിച്ചും നമ്മുടെ ഉത്കണ്ഠയെക്കുറിച്ചും നമ്മുടെ വിഷാദത്തെക്കുറിച്ചും നമ്മുടെ എല്ലാ നെഗറ്റീവ് ഇമോഷൻസിനെ കുറിച്ചും. നമ്മളെ നന്നായി അറിയുന്ന ഒരു ദൈവത്തിന് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ കഴിയുമെന്നുള്ള കാര്യം നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിലുള്ള വിശ്വാസം സമ്മർദ്ദത്തെ മറികടക്കാൻ നമുക്ക് എങ്ങനെ സഹായിക്കും? ദൈവത്തിലുള്ള വിശ്വാസം നമ്മളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മളൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് നമ്മൾ ഓർക്കുക. ആ സമയത്ത് നമ്മൾ എന്താണ് ശരിക്കും ആഗ്രഹിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു അസുഖമാണ് വന്നതെന്ന് വയ്ക്കുക. നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് അറിയാവുന്നൊരു നല്ല ഡോക്ടർ നമ്മളെ ചികിത്സിച്ചത് നമ്മളെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്ട്രെസ് ആണെങ്കിൽ ആരെങ്കിലും നമുക്ക് കുറച്ച് കാശ് തന്നത് സോൾവ് ചെയ്തിരുന്നെങ്കിൽ, നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ആർക്കെങ്കിലും ഒരു കറക്റ്റ് ദിശ നമുക്ക് തരാനായിട്ട് സഹായിക്കും. നമ്മുടെ പ്രോബ്ലംസ് എന്താണോ ആ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശരിക്കും ദൈവത്തിനാണ് ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുക എന്ന് തിരിച്ചറിയുന്നതിലാണ് അതിൻ്റെ മെയിനായിട്ട് കാര്യം. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രോബ്സ് 3:5-6 പാസ്റ്റർ ഒന്ന് ജസ്റ്റ് വായിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അപ്പോൾ നമ്മളെക്കാളും നല്ല കാര്യങ്ങൾ ദൈവത്തിന് അറിയാമെന്നുള്ളൊരു നിർദ്ദേശമാണ്. കുറച്ചുകൂടെ ബാക്കിയൂടെ വായിക്കാൻ പറ്റുമോ? നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നമ്മുടെ പാതകളെ നേരെയാക്കും. നമ്മുടെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ദൈവത്തിനെ നമ്മളൊന്ന് കണ്ടാൽ മതി. ഇനി ഒരു വാക്യം കൂടെ വായിക്കണമെന്നുണ്ട്. യെശയ്യാവ് 41:10. അവിടെ പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ. ആലോചിച്ച് നോക്കിയേ, ഞാൻ എപ്പോഴും ഓർക്കും ഈ വേഴ്സ് ഓർക്കുമ്പോൾ, നമ്മൾ ആ കുഴിയിൽ നിന്ന് ഒരാൾ വലത് കൈ പിടിച്ച് ഫേമായിട്ട് കയറ്റുന്നൊരു അപ്പം അങ്ങനത്തെ ഒരു ദൈവമായിട്ട് ആണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ പുറകിലൊരാളുണ്ട്. ആ ആൾക്ക് തോൽവി എന്താണെന്നറിയില്ല, ആ ആൾക്ക് എന്തും ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കഴിവുള്ള ഒരു എൻറ്റിറ്റി, ആളെന്ന് പോലും പറയാൻ എനിക്ക് പേടിയാണ്. അങ്ങനത്തെ ഒരു പവർഫുൾ എൻറ്റിറ്റിയിലുള്ള ഫെയ്ത്തിന് വേണ്ടിയാണ് നമ്മളെ ആൾക്കാർ ആഹ്വാനം ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിൽ നിന്ന് ശക്തി നേടുക, ദൈവത്തിൻ്റെ സഹായത്തെ സ്വീകരിക്കാനുള്ളത്. ബൈബിൾ അനുസരിച്ച് സമ്മർദ്ദം കുറയ്ക്കുന്നതിൽ നമ്മുടെ ഭാരങ്ങളെല്ലാം അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്നാണ് ദൈവം പറയുന്നത്. അതിനുള്ള പ്രായോഗിക മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഈ ലാപ്ടോപ്പ് ഞാൻ പൊക്കി എനിക്കറിയില്ല 1 കിലോ എല്ലാം തൂക്കം കാണും. ഇപ്പോൾ പിടിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. കുറച്ചുകൂടെ എനിക്കിപ്പോൾ തന്നെ കൈ ചെറുതായിട്ട് കഴിക്കുന്നുണ്ട്. ഞാനൊരു 1 മിനിറ്റ് പിടിക്കുമ്പോൾ തൊട്ട് എനിക്ക് കഴിക്കാൻ തുടങ്ങും. 5 മിനിറ്റ് ആകുമ്പോൾ കൈ വിറയ്ക്കും, 10 മിനിറ്റ് ആകുമ്പോൾ കൈ നല്ലതായിട്ട് വേദനിക്കും. നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ ഇത് ഇറക്കി വയ്ക്കുമ്പോൾ നമുക്ക് കൈക്കൊരു ആശ്വാസം കിട്ടും, അല്ലേ? മനുഷ്യർ ഈ ഭാരങ്ങളെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുക. അപ്പോൾ ഇതെന്തുവെന്ന് വെച്ചാൽ വർഷങ്ങളോളം ഇവർ ചുമക്കും ഈ ഭാരത്തെ, ദിവസങ്ങളും വർഷങ്ങളും. അപ്പോഴാണ് ഇവർ ഒത്തിരി ക്രോണിക് ഡിസീസസ്, നമ്മൾ നേരത്തെ സ്ട്രെസ്സ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് പഠിച്ചു. ഇതിനെ നമ്മളൊരു മനസ്സുകൊണ്ട് ഇത് ദൈവത്തിനെ ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കണം.
കാരണം ദൈവം സങ്കീർത്തനത്തിലൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുക്കി പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുന്നത്. നമ്മളെ കുലുക്കി പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. അപ്പം നമ്മൾ ഈ ഭാരത്തിനെ മനഃപൂർവ്വം ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം, എന്നിട്ട് നമ്മൾ ഞാൻ ദൈവത്തിലേക്ക് വിടാൻ പോവുക, ഇനി ഞാൻ അതിനെ ദൈവത്തിലേക്ക് ഏൽപ്പിക്കുക, ദൈവം അതിനെ ചുമന്നോണം. കാരണം ദൈവം ചുമക്കാമെന്ന് പറഞ്ഞ കാര്യത്തിൽ നമ്മൾ ഇതിനെ ചുമക്കേണ്ടെന്ന് നമ്മൾ തന്നെ എടുക്കുന്ന ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കുക. കാരണം ഈ ആൾക്കാർക്ക് എപ്പോഴും പറ്റുന്ന വെച്ചാൽ ഭാരം ഒന്ന് ഇറക്കി വയ്ക്കും, കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് ദൈവത്തിനെ മേടിക്കും. ഇപ്പോൾ പത്രോസിലും പറയുന്നുണ്ട്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല കരുതുന്ന ഒരാളുടെ കയ്യിലൊക്കെ കൊടുത്തത്, അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു വാടകയ്ക്ക് ഒരാളെ മേടിച്ചിട്ട് അയാളുടെ കയ്യിലല്ല കൊടുത്തത്, കരുതുന്ന ഒരാളുടെ കയ്യിലേക്ക് കൊടുത്താൽ ലീവ് ഇറ്റ് വിത്ത് ഹിം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഏഷ്യാവിൽ വ്യക്തമായി പറയുന്നുണ്ട്, ദൈവത്തിൽ നോക്കി ജീവിക്കണം എന്നാണ് പറയുന്നത്. അതിൽ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്, യു വിൽ കീപ്പ് ഹിം ഇൻ പെർഫെക്റ്റ് പീസ് ഹൂസ് മൈൻഡ് ഇസ് സ്റ്റേഡ് അപ്പോൺ ഹിം. മലയാളത്തിൽ വായിക്കുമ്പോൾ സ്ഥിരമാനസൻ മനസ്സ് ദൈവത്തിൽ വെച്ചിരിക്കുന്നവൻ, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നുണ്ട്, നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. പൂർണ്ണ സമാധാനം വെച്ചാൽ അതിനപ്പുറം ഒരു സമാധാനമില്ല. ബിക്കോസ് നമ്മൾ സമാധാനത്തിൻ്റെ പ്രഭുവിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ദൈവത്തിലേക്ക് നോക്കി നിൽക്കുന്നത് ഒരു പ്രോമിസാണ്. ദൈവത്തിലേക്ക് നോക്കിയില്ല, നമ്മൾ സ്ട്രെസ് വരുമ്പോൾ ദൈവത്തിലേക്ക് നോക്കുക, പൂർണ്ണ സമാധാനത്തിൽ ദൈവം നിന്നെ കാത്തോളും, അത് ഉറപ്പാണ്. തീർച്ചയായിട്ടും എത്ര മനോഹരമായ ഉറപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിലൂടെ നമ്മുടെ പിരിമുറുക്കത്തെ മാറ്റാൻ സഹായിക്കും. നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, കരുതുന്ന ദൈവം, കൈവിടാത്ത ദൈവം, ആ ദൈവമാണ് നമ്മളെ നിലനിർത്തുന്നത്. ദൈവം എന്ന് പറയുന്നത് ഒരു നമ്മളിൽ നിന്ന് ഏറെ അകലെ നിൽക്കുന്ന ഒരു വലിയ ശക്തി എന്നല്ല, ഒരു മനുഷ്യ സ്നേഹം പോലെ ജ്യേഷ്ഠ സഹോദരനായി നമ്മുടെ ചിന്തകൾ അറിയുന്ന, നമ്മളെ കൈപിടിച്ച് നടത്തുന്ന, നമ്മളുടെ കൂടെ എന്നും താമസിക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മളുടെ ഹൃദയം ചോദിക്കുന്ന ഒരു ദൈവമാണ്. ഇത്രയും നമ്മളെ അറിയുന്ന ദൈവം ഒപ്പമുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ആശ്വാസമായിരിക്കും മാനസിക പിരിമുറുക്കങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടി. മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാനുള്ള മറ്റ് വേദപുസ്തക വിശേഷങ്ങളുമായി ഞങ്ങൾ വേഗം മടങ്ങി വരുന്നതാണ്. ഇപ്പോൾ ഒരു ബ്രേക്കിൻ്റെ സമയമാണ്. അതുവരേക്കും നിങ്ങൾ കാത്തിരിക്കൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ സഹായത്തോടുകൂടി എങ്ങനെയാണ് മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നത് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നന്ദി മനോഭാവം, കൃതജ്ഞതാഭാവം ഉണ്ടെങ്കിൽ അത് നമ്മളെ മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്രമാത്രം വാസ്തവമാണ്? തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മുടെ സഹജീവികളോടും നമ്മുടെ ഫാമിലിയോടും ഫ്രണ്ട്സിനോടും ഒക്കെ ഉള്ള ഗ്രാറ്റിറ്റ്യൂഡ്, അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. യൂഷ്വലി അവർ നമുക്ക് ചെയ്തു തരാത്ത കാര്യങ്ങൾ, അവർ മെസ്സപ്പ് ചെയ്ത കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് എന്തായാലും ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെയത്, പപ്പയും മമ്മി ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് പ്രശ്നമായി. പക്ഷെ നേരെ മറിച്ച് അവർ ചെയ്ത നല്ല കാര്യങ്ങൾ അവരുടെ പരിമിതിയിലാണെങ്കിലും അതിൽ ഫോക്കസ് ചെയ്താൽ നമുക്ക് നല്ലതായിരിക്കും. ഇനി അതിനേക്കാളും ഒക്കെ നന്നായിട്ട് വേറൊരു കാര്യമുണ്ട് എനിക്ക് പറയാനുള്ളത്. അതിന് മുമ്പ് പാസ്റ്റർ എനിക്കൊരു വാക്യം വായിക്കാമോ? 1 തെസ്സലോനിക്കർ 5:16-18 വരെ, 16 ഭാഗം വായിച്ചാൽ മതി. ഓക്കെ. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവേഷ്ടം. ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെ ഇതാണ്. ഇംഗ്ലീഷിൽ പറയുന്നത് ഗിവ് താങ്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ്. സർക്കംസ്റ്റാൻസസ് പുവർ ആണെങ്കിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക്സ് ഗിവിങ് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചത് എങ്ങനെയാണ് എല്ലാ പുവർ സിറ്റുവേഷൻസിലും നമ്മൾ ഇങ്ങനെ ഒരു അന്യതയിലേക്ക് നോക്കി താങ്ക്സ് ഗിവിങ് എന്നുള്ള രീതിയിലാണോ ദൈവം പറയുന്നതെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. ഞാനിത് പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു പ്രെയർ ജേർണൽ ഞാൻ വാട്സാപ്പിൽ ഞാൻ മാത്രമുള്ള ഒരു ഗ്രൂപ്പ് തുടങ്ങി. അതിൻ്റെ അകത്ത് എല്ലാ ദിവസവും നമ്മുടെ എല്ലാ ആങ്സൈറ്റീസ് ഫസ്റ്റ് വെച്ച് ആവശ്യമുള്ളതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു മാസം അതുപോലെ ഒരു 10-20 വെച്ച് പ്രാർത്ഥിച്ച് ഒരു 600-700 കാര്യങ്ങൾ ആയി. പ്രാർത്ഥിച്ച് നമ്മളത് പോകുന്നു. അങ്ങനെ പിന്നെ നമ്മൾക്ക് ആ സമയത്ത് ഇപ്പം ഇന്നുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിഞ്ഞ് നോക്കിയപ്പോഴേ 600 590 നമുക്ക് വേണ്ട രീതിയിൽ തന്നെ കിട്ടി. അതാണ് ഇതിൻ്റെ കാര്യം. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നില്ലേ, അപ്പം ഇനി അങ്ങോട്ടുള്ള 600 തൊട്ട് 1000 വരെയുള്ള 400 പുതിയത് വരാൻ പോകുന്നതും ദൈവം നമുക്ക് വേണ്ട രീതിയിൽ ശരിയാക്കി തരും എന്നുള്ള ഒരു ലിസ്റ്റ് കിട്ടി.
നമ്മൾ ഈ പ്രെയർ ജേർണലൊന്നും ഇല്ലാതെ അപ്പം പെട്ടെന്ന് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ആ പ്രാർത്ഥിച്ച കാര്യം പിറ്റേ ദിവസം മറക്കുകയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് താങ്ക്ഫുൾ ആയിരിക്കാൻ പറ്റില്ല. നമ്മൾ ലിസ്റ്റ് വെച്ച് 600 കാര്യങ്ങൾ ദൈവം ചെയ്തു തന്നു. അതിൻ്റെ അകത്ത് ടോപ്പ് 10 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അബ്രഹാമിനും സാറായ്ക്കും കൊച്ചുങ്ങളുണ്ടായ പോലത്തെ രീതിയിലുള്ള കാര്യങ്ങളാണ്. മിറാക്കുലസ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ദൈവം തന്നു എന്നുള്ളത് ഓർമ്മയിലിരിക്കുമ്പോൾ നമുക്ക് താങ്ക്ഫുൾ ആവാൻ ഈസിയർ ആയിരിക്കും. ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും സ്ട്രെസ് ഉണ്ടാവില്ല. നമ്മൾ ആ ജേക്കബ് പറഞ്ഞ പോലെ നോക്കി പെർഫെക്റ്റ് പീസിൽ ജീവിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. പൂവിൻ്റെ ഉള്ളിലിരിക്കുന്ന മഞ്ഞുതുള്ളിയും ഒരത്ഭുതമാണ്. പൂവിൽ നിന്ന് വിടരുന്ന കായും അത്ഭുതമാണ്. നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്നത് അത്ഭുതമാണെന്ന് തോന്നുമ്പോൾ നമുക്ക് നന്മയുണ്ടാകും, സന്തോഷവും പ്രതീക്ഷയുണ്ടാകും, പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ കഴിയും. സമ്മർദ്ദമുണ്ടാകുന്ന സമയത്ത് പ്രാർത്ഥന സമ്മർദ്ദത്തെ മാറ്റാൻ നമ്മളെ എത്രമാത്രം സഹായിക്കും? ഈ ബൈബിളിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലൊരു ഫോർമുല തന്നിട്ടുണ്ട്. പ്രാർത്ഥനയിലൂടെ ഉടനടി ആശ്വാസം നേടാനുള്ളൊരു ഫോർമുല കൊടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 4 മുതൽ ഉള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ആദ്യത്തെ വാക്യം എൽവിൻ നേരത്തെ പറഞ്ഞതിന്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. എന്നിട്ട് 6-ാമത്തെ വാക്യത്തിലാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അപ്പോൾ അതൊരു ദൈവത്തിൻ്റെ നമുക്ക് നൽകുന്നൊരു അഡ്വൈസാണ്. എന്ത് സംഭവിച്ചാലും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തെ അറിയിക്കുക അത്ര വേണ്ടത്. ഇത് നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിനകത്തൊരു പോയിന്റ് മിസ്സായി പോകും. എന്താ മിസ്സായി പോയാൽ പോയിട്ടെന്ന് ഞാൻ പറയാം. ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു സർക്കംസ്റ്റാൻസിലും എന്ത് സാഹചര്യത്തിലും നിങ്ങൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ പ്രാർത്ഥനയിൽ അറിയിച്ചാൽ മതി, അതുവരെ നമുക്ക് പിടികിട്ടും. പക്ഷെ അവിടെ അറിയിക്കുന്നതിന് ഒരു രീതി പറയുന്നുണ്ട്. ആ രീതി മിസ്സാവുമ്പോഴാണ് ആൾക്കാർക്ക് സമാധാനം കിട്ടാത്തത്. രീതി ഇതാണ്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടതെന്ന് പറയും. അതായത് ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ, പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ, ആവശ്യത്തിനായിട്ട് ചെല്ലുമ്പോൾ നേരെ എന്ന് കംപ്ലയിൻറ്റ് പോലെ കാര്യങ്ങൾ പറയില്ല. നമ്മൾ ജീവിതത്തിൽ വലിയ പ്രശ്നമായിരിക്കാം, ആദ്യം തന്നെ ചെന്നിട്ട് ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ സ്തോത്രം അർപ്പിക്കണം. ദൈവത്തോട് ഇംഗ്ലീഷിൽ പറയുമ്പോൾ വിത്ത് താങ്ക്സ് ഗിവിങ്. അപ്പോൾ നമ്മൾ ചെന്നിട്ട്, ദൈവമേ എനിക്ക് നല്ല ഒരു ഭാര്യയെ തന്നു, നല്ല കൊച്ചിനെ തന്നു, നല്ല മാതാപിതാക്കളെ തന്നു, ഇപ്പോൾ ജീവനോട് ഇരിപ്പുണ്ട്, പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും, എല്ലാം അങ്ങയുടെ കൃപയാണ്. എല്ലാത്തിനും ഉപരി അങ്ങയുടെ പുത്രനെ അങ്ങ് എനിക്ക് മരിക്കാൻ വേണ്ടി തന്നു. ഇതെല്ലാം പറഞ്ഞ് നന്ദി പറഞ്ഞിട്ട് ആ സ്തുതിയോടും സ്തോത്രത്തോടും കൂടി ദൈവത്തിൻ്റെ അടുത്ത് നമ്മുടെ ആവശ്യത്തെ പറഞ്ഞു തുടങ്ങും. എന്നിട്ട് പറയാം, ഇങ്ങനൊരു കാര്യം മാത്രം ജീവിതത്തിൽ ഇന്നോലുണ്ട്, അങ്ങയുടെ ഹിതമാണെങ്കിൽ അതൊന്ന് എനിക്ക് വേണ്ടി ഒന്ന് ശരിയാക്കി തരണം. അപ്പോൾ എന്താ സംഭവിക്കണമെന്നറിയോ? അടുത്ത വാക്യത്തിൽ പറഞ്ഞത്, എന്നാൽ, അതായത് ദെൻ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവിൻകിൽ കാക്കുന്നത്. ഇത് സകല ബുദ്ധിയും കവിയുന്നെന്ന് പറയാൻ കാരണം ലോജിക്കും ബുദ്ധിയും വെച്ച് ഈ സമാധാനത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ചുറ്റും ആൾക്കാർക്ക് ഇവൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നം ഉണ്ടല്ലോ, ഇവൻ ഇത്ര സമാധാനത്തിലിരിക്കണം. ആ സർക്കംസ്റ്റാൻസ് അവിടെ തന്നെ ചിലപ്പോൾ കാണും. പക്ഷേ ഈ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സമാധാനം നമ്മുടെ ലൈഫിലേക്ക് അങ്ങ് വരും. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രത്തോടു കൂടി നന്ദിയോടുകൂടി ദൈവത്തിൻ്റെ അടുത്ത് ആവശ്യങ്ങൾ അറിയിക്കുമ്പോൾ മിറാക്കുലസ്ലി ഒരു സമാധാനം വരും. നമ്മളതിന് അത്ഭുതപ്പെട്ടു, ഇതെങ്ങനെ സംഭവിച്ചു. അടുത്ത പ്രാവശ്യം എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കണം, ഈ കേൾക്കുന്നവർ. ഇനി സ്ട്രെസ് വരുമ്പോൾ പോയി കരഞ്ഞ് എല്ലാവരെയൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കി വരുമ്പോൾ ആദ്യം പോയി ദൈവത്തിൻ്റെ നല്ലോണം നന്ദി പറഞ്ഞിട്ട് ആ സ്ട്രെസ്സിൻ്റെ റീസൺ പറയുക, ഒരു ഇമ്മീഡിയറ്റ് പീസ് വരും. എന്നിട്ടും പറയുന്നുണ്ട്, ഇത് കഴിയുമ്പോൾ തന്നെ പിന്നെ നമ്മൾ അപ്പം തന്നെ പോയിട്ട് വീണ്ടും സ്ട്രെസ്സിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകില്ല. എന്നിട്ട് അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഒടുവിൽ സഹോദരന്മാർ, ലാസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെ, ഇങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ പറയുന്നത്, അതൊക്കെയും ചിന്തിച്ചു കൊള്ളുമെന്ന് പറയുന്നത്. ഡോണ്ട് കണ്ടിന്യൂ ടു തിങ്ക് ഓൺ ദറ്റ് സ്ട്രെസ്. നമ്മൾ ആ സ്ട്രെസ്ഫുൾ കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ബാക്കി ലോകത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്, നല്ലതും സത്യവും ഘനമായതും നീതിയായതൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഈ ചിന്തയെ നമ്മൾ പിന്നെ നല്ല കാര്യത്തിൽ വെച്ചോണം. അപ്പോൾ അത് സമാധാനം നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ദൈവം നമ്മളെ നടത്തുന്ന നന്മകൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. അത് എണ്ണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ
ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച്, നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഒരു പക്ഷേ ഒരു ബൈബിൾ കഥാപാത്രം പറയുന്നത് അയാൾ പേടിച്ചിരുന്ന സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ കരുതൽ കാണാൻ കണ്ണു തുറന്നപ്പോൾ അയാൾക്ക് ചുറ്റും അഗ്നിമയമായ രഥങ്ങളിൽ 10,000 ദൂതന്മാർ കാവൽ നിന്നുള്ളതാണ്. ഞാൻ നിങ്ങളെ പാളയമിറങ്ങി സംരക്ഷിക്കുമെന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. ദൈവത്തിൻ്റെ ഈ കരുതൽ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ എല്ലാ ഭാരങ്ങളും എല്ലാ പെരുമുറുക്കങ്ങളും നമുക്ക് മാറ്റാൻ കഴിയുമെന്നുള്ള വലിയ പ്രത്യാശയാണ് നമ്മൾ ഹൃദയത്തിൽ എടുത്തു സൂക്ഷിക്കേണ്ടുന്നത്. ഇപ്പോൾ നമുക്കൊരു മറ്റൊരു ബ്രേക്കിൻ്റെ സമയമായിരിക്കുകയാണ്. കൂടുതൽ ദൈവത്തിൻ്റെ സഹായത്തോടെ നമ്മുടെ ടെൻഷൻസിനെ, പിരിമുറുക്കത്തെ എങ്ങനെ മാറ്റാം എന്നുള്ള നല്ല വിശേഷങ്ങളുമായി ഞങ്ങൾ വേഗം മടങ്ങി വരുന്നു. നിങ്ങൾ കാത്തിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ മാനസിക പിരിമുറുക്കങ്ങൾ ദൈവത്തിൻ്റെ സഹായത്തോടെ എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഭാവിയെക്കുറിച്ച് ഭയങ്കരമായി ചിന്തിക്കുന്ന ഒരു പ്രശ്നമുണ്ട് നമുക്ക്. അത് എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ സഹായത്തോടെ മാറ്റാം? നമുക്കത് പെട്ടെന്ന് പാസ്റ്റർ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നൊരു വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 6:34. അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, therefore do not worry about tomorrow, for tomorrow will worry about itself. Each day has enough trouble of its own. നാളെക്കുറിച്ചുള്ള വറി അത് ചെയ്തോട്ടെ എന്ന്, നമ്മളതിനെക്കുറിച്ച് പറയേണ്ട, ഇന്നത്തെ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്നാണ് ബൈബിളിൽ പറയുന്നത്. ഓക്കെ, വേറൊരു വാക്യം അതിൻ്റെ മാത്യു 6 ആണ് ശരിക്കും ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം. അതിൽ 27ാമത്തെ വാക്യം ഒന്ന് വായിക്കാൻ പറ്റുമോ? വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഇപ്പം നമ്മൾ ആരോഗ്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് ഇടാനുള്ള വസ്ത്രത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ആങ്ഷ്യസ് ആയിരിക്കുന്നതൊക്കെ. നിങ്ങൾക്ക് ഒരു മുഴം അല്ലെങ്കിൽ ഒരു പൗണ്ട്, ഒരു ഗ്രാം പോലും കൂട്ടാൻ പറ്റില്ല, ഒരു സെൻറ്റിമീറ്റർ പോലും കൂട്ടാൻ പറ്റില്ല. അത് ദൈവമാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളും ജസ്റ്റ് ഇന്നിപ്പോൾ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ജീവനുള്ള ദേശത്ത് നമ്മൾ ഉണ്ട് എന്നുള്ള ഗ്രാറ്റിറ്റ്യൂഡിലും നാളത്തെ കാര്യങ്ങൾ തീർച്ചയായിട്ടും ദൈവം കവർ ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ജീവിക്കാൻ നമ്മൾ പതിയെ നമ്മൾ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് ഒറ്റയടിക്ക് ഒരു ഇൻസ്റ്റലേഷൻ പോലെ അല്ല. നമ്മൾ ഈ എക്സസൈസ് ട്രാൻസാക്ഷൻ വിത്ത് ഗോഡ് കൂടുതൽ നടക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലുണ്ടാവും. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പദ്ധതികളിൽ ആശ്രയിക്കുന്ന നമുക്ക് ആന്തരിക സമാധാനം എങ്ങനെ തരും? ഒരു 19th സെഞ്ച്വറി ഒരു ക്രിസ്ത്യൻ റൈറ്ററിൻ്റെ ഒരു കൊട്ടേഷൻ ഉണ്ട്, ദ ഡിസയർ ഓഫ് ഏജസ് എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ നിന്നാണ്. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, God never leads his children otherwise than they would choose to be led if they could see the end from the beginning. നമുക്ക് തുടക്കത്തിൽ നിന്ന് അവസാനം കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ ഏത് വഴി തിരഞ്ഞെടുക്കുമോ അതേ വഴിയാണ് ദൈവം നമ്മളെ നയിക്കുന്നത്. പക്ഷെ നമുക്ക് നാളെ എന്താ സംഭവിക്കണം, മറ്റന്നാൾ എന്താ സംഭവിക്കണം നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെടുക്കുന്ന വഴി തെറ്റിപ്പോവും സ്വന്തമായിട്ട് എടുത്താൽ. പക്ഷെ ദൈവത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ദൈവം നമ്മുടെ കൃത്യമായ വഴി, അത് നമുക്കും ഇഷ്ടപ്പെട്ട വഴിയാണ് ശരിക്കും. അപ്പം ആശ്രയിച്ചാൽ മതി, ദൈവത്തിൽ സമാധാനം കിട്ടും. ഓരോ ദിവസവും ആശ്രയിക്കുക, ദൈവം നമ്മളെ സമാധാനത്തിൽ നയിക്കും. ഈ മനുഷ്യൻ ആശ്രയം നഷ്ടപ്പെട്ടു പോയതാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം. നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ഔവയോട് പാമ്പ് പറഞ്ഞു, അല്ലെങ്കിൽ സർപ്പം പറഞ്ഞു, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അപ്പോൾ ഔവ അത് കേട്ടപ്പോൾ വിശ്വസിച്ചു. ഈ ട്രസ്റ്റ് ഇഷ്യൂസ് ദൈവമായിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലെ സമാധാനം പോകും, ഇല്ലെങ്കിൽ സമാധാനമായിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് പിരിമുറുക്കം കുറയ്ക്കാനായിട്ട് സാധിക്കും. ക്ഷമ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? ക്ഷമിക്കാൻ പറ്റാതെ തീർച്ചയായിട്ടും നമ്മുടെ സ്ട്രെസ്സിനോട് കോൺട്രിബ്യൂട്ട് ചെയ്യും. നമ്മളോട് ഒരാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ എഫക്റ്റഡ് ആണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് റിസെൻമെൻറ്റും നമ്മളതിനെക്കുറിച്ച് ഇത് കാരണമാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആയെന്നുള്ളൊരു ചിന്ത നമ്മളെ ഒത്തിരി എഫക്റ്റ് ചെയ്ത്, അത് വർഷങ്ങളോളം പള്ളിയിൽ വരികയും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനത്തെ ഇമോഷൻസും ബാഗേജും വെച്ച് നടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ബൈബിളിലൊരു വാക്യമുണ്ട്, എഫേസ്യർ 4:31-32 വരെ, എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരോപണവും ദൂഷണവും സകല ദുർഗുണവുമായി അതെല്ലാം നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുക. സഹോദരനോട് ക്ഷമിക്കുകയും സഹോദരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കാൻ പറ്റാത്തവർ ദൈവത്തെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഒരു ആൻസറിൽ ഇത് പറഞ്ഞായിരുന്നു, ഇത്രയും വലിയൊരു ദൈവം നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ രക്ഷിക്കാൻ നോക്കിയപ്പോൾ നമ്മൾ അവനെ കൊല്ലാനും ഹേറ്റ് ചെയ്യാനും ഒക്കെ
നോക്കി. അപ്പോൾ ദൈവത്തെ പോലെ ആവാന്നുണ്ടെങ്കിൽ നമ്മളെ ഹേറ്റ് ചെയ്യുന്നവരെയും നമ്മൾ സ്നേഹിക്കുകയും ക്ഷമിക്കുകയും അവർക്ക് നമ്മൾ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നതെന്നുള്ളൊരു മനോഭാവം തന്നെ നമുക്ക് സമാധാനവും നമ്മൾ അഫക്റ്റഡ് ആണെന്നുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് നമ്മളിൽ നിന്ന് മാറിക്കിട്ടും നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവസന്നിധിയിൽ സമ്മർദ്ദ സമയത്ത് നമ്മൾ സമാധാനവുമായിട്ട് ഉറവിടവുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക? അതായത് നമുക്ക് ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ നമ്മളെ ഒത്തിരി സഹായിക്കും. അപ്പോൾ തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ മനഃപ്പാടമാക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ നേരത്തെ എല്ലാം വായിച്ചിട്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന വേറെ ഒത്തിരി നല്ല നല്ല വാക്യങ്ങളുണ്ട്. ഞാൻ നിന്നെ കരുതുന്നവനാണ്, അതുകൊണ്ട് നിൻ്റെ ഭാരങ്ങൾ എൻ്റെ മേൽ വെച്ചുകൊള്ളുക. ഈ ചിന്തകൾ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ആ സ്ട്രെസ് ടൈമിൽ സ്ട്രെസ് റിലീഫാവും നാച്ചുറലി. കാരണം നമുക്ക് അറിയാതെ ട്രസ്റ്റ് ദൈവത്തിൽ വരും, അറിയാത്ത ദൈവത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് സമ്മർദ്ദത്തെ നേരിടാൻ വേണ്ടിയിട്ട് വിശ്രമിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ ഉറങ്ങുന്നതിനെക്കുറിച്ചും നമ്മൾ ശരിയായിട്ടുള്ളൊരു റെസ്റ്റ് എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. അത് ശരിക്കും നമ്മുടെ ബോഡിയിലുള്ള സ്ട്രെസ് ഹോർമോൺസിനെ താഴെ കൊണ്ടുവരികയും നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനെ റീവർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ റെസ്റ്റ് ദൈവം തന്നിട്ടുണ്ട്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണെന്ന് എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലാവും. നമ്മൾ 6 ദിവസം കുറേ ടെൻസ്ഡായിട്ട് ജോലി ചെയ്യുകയും പല കാര്യങ്ങളും ട്രാൻസാക്ഷനായിട്ട് ചെയ്തു വരുമ്പോൾ പെട്ടെന്ന് 7th ഡേ സാബത്ത് ആവുമ്പോൾ അതിൽ നിന്നെല്ലാം കൈയെടുത്ത് ഇനിയിപ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട, ദൈവം പറഞ്ഞ പോലെ എല്ലാവരും പോയി വിശ്രമിക്കുക, ദൈവമായിട്ട് സമയം ചിലവിടുക, പള്ളിയിൽ പോവുക, ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. മറ്റ് നമ്മുടെ ബിസിനസ്സിലോ വർക്കിലോ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ദൈവം കവർ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസത്തിൽ 24 hours ഉള്ളൊരു വിൻഡോ നമ്മളെടുക്കുകയാണ്. ക്ലയൻസ് ആണെങ്കിലും കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണെങ്കിലും ആര് വിളിച്ചാലും ഈ ഒരു ദിവസം നമ്മൾ ആ ടെൻഷൻ പിടിക്കില്ല. അങ്ങനത്തെ ഒരു വിൻഡോ എവറി 6 days കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. സാബത്തിൻ്റെ ആ റെസ്റ്റ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇന്നത്തെ ഒരു ഫാസ്റ്റ് പേസ്ഡ് ലൈഫിൽ ദൈവം തന്നിരിക്കുന്ന ഒരു റെസ്റ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. തീർച്ചയായിട്ടും സമ്മർദ്ദത്തെ നേരിടുന്നതിന് നമ്മൾ ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത ഒരു ബന്ധമുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. ദൈവവാഗ്ദത്തം, ദൈവത്തിൻ്റെ സ്നേഹം, കരുതൽ, ഇതിനെക്കുറിച്ച് ഓർക്കുക. നല്ല ചിത്രങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക, ദൈവത്തിൻ്റെ കരുതൽ. ഇനിയും കർത്താവ് സമാധാനത്തിൻ്റെ പ്രഭുവാണ്. അവൻ ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും മൂർത്തിഭാവമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളറിയാതെ നമ്മളിലേക്ക് യേശുവിൻ്റെ ഭാവമാണ് ഉണ്ടാകുന്നത്. ഈ ഭാവം വലിയ സമാധാനം, സന്തോഷം, സംതൃപ്തി, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ നമ്മളെ കാണുന്നവർ ഒരു നല്ല വ്യത്യാസം കാണും. അവർക്ക് യേശുവിനെയും സമാധാനത്തെയും സന്തോഷത്തെയും കാണാൻ പറ്റും. അങ്ങനെ അവർക്കും നന്മയും സന്തോഷമുള്ളവരായി തീരാൻ സഹായിക്കും. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഞങ്ങളോടൊപ്പം ഈ എപ്പിസോഡുകളിൽ തുടർന്നതിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഇനിയും എന്തൊക്കെയാണ് വിശേഷം എന്നുള്ള ഒരു പ്രോഗ്രാമുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഈ നല്ല വിശേഷങ്ങൾ ഞങ്ങളോട് പങ്കുവെച്ച പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. നന്ദി ബ്രദർ ജേക്കബ്, നന്ദി എൽവിൻ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.